ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകന് നേരെ വധഭീഷണി മുഴക്കുന്ന ഒരു വീഡിയോ ദൃശ്യം നമ്മളെല്ലാവരും വാട്സപ്പിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. എഴുത്തുകാരിയും അവതാരികയും ലൈഫ് കോച്ചും ഒക്കെയായ അശ്വതി ശ്രീകാന്തിൻ്റെ അഭിപ്രായം, അവർ ഈ വിഷയത്തെക്കുറിച്ച് നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു പോസ്റ്റ് മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വതി ഒരു സർട്ടിഫൈഡ് ലൈഫ് കോച്ചും കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിപരിചയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം അശ്വതി അത്തരം ഒപ്പീനിയൻ പറഞ്ഞത്. ജെന്റിൽ പാരന്റിങ്ങിൻ്റെ ആവശ്യകതയും ഒരു പാരന്റിങ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരുപാട് സമയമെടുത്ത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണെന്നും കുഞ്ഞുങ്ങളെ അത് ഏത് രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡീപ്പായിട്ട് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പുള്ളിക്കാരിയുടെ അറിവും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പുള്ളിക്കാരി ഒരു, ഞാൻ വിമർശിക്കുന്നതല്ല എങ്കിലും പറയുകയാണ്, ഒരു നന്മമരം ആകുന്ന ഒരു ലൈനിലുള്ള ഒരു പോസ്റ്റാണ് അശ്വതി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, തല്ല് കിട്ടി വളർന്ന നമ്മളൊക്കെ എത്ര നല്ലവരാണല്ലേ എന്നുള്ളത്. തീർച്ചയായും അച്ഛനമ്മമാരെയും മുതിർന്നവരെയും ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയും, മിസ്റ്റേക്ക് സംഭവിച്ചാൽ തല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന തരത്തിലുള്ളതല്ല, എങ്കിലും ചെറിയ ചില പണിഷ്മെൻറ്റ്സ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടും എന്നുള്ളൊരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വെർഷൻസ് നമുക്കുണ്ടെങ്കിൽ അതെല്ലാം നമുക്കുണ്ടായത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഒരു ഭയം, മുതിർന്നവരോടുള്ള ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭയമുണ്ട്. ആ ഭയം ഏത് തലമുറയിൽപ്പെട്ട ആളാണെങ്കിലും, കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അത് ഉണ്ടാവുക തന്നെ വേണം. ആ ഒരു പോസ്റ്റിനുള്ളിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പാരൻറ്റിങ്ങും കുഞ്ഞുങ്ങളെ നമ്മൾ ഡീൽ ചെയ്യേണ്ട ജെന്റിലായിട്ടുള്ള രീതിയെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തായാലും അധ്യാപകന് നേരെ കൊലവിളി നടത്തിയ, അധ്യാപകന് നേരെ വധഭീഷണി മുഴക്കിയ ഈ വിദ്യാർത്ഥി ഉണ്ടല്ലോ, ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ട ഈ വിദ്യാർത്ഥിയെ ഡീൽ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനോ ഒന്നുമല്ല. ഇതുപോലുള്ള സ്വഭാവമുള്ള ഒരു വിദ്യാർത്ഥിയെ ഡീൽ ചെയ്യേണ്ടത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ജെന്റിലായിട്ടുള്ള ഒരു രീതിയിൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ആ കുഞ്ഞിനെ ഉപദ്രവിക്കണോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അവനില്ലാണ്ട് പോയത്, ആ കുട്ടിക്ക് ഇല്ലാതെ പോയത് മുതിർന്നവരോടുള്ള ബഹുമാനമാണ്. ആ ബഹുമാനത്തിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഭയവും അതെല്ലാം ഓവറോൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസിപ്ലിനുണ്ട്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഡിസിപ്ലിനുണ്ട്. ആ വ്യക്തിയുടെ, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്റ്റിലും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു ഡിസിപ്ലിനാണത്. അതിൻ്റെ ഒരു ട്രെയിനിങ്ങും കോച്ചിങ്ങും ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നിനെയും ഭയമില്ലാതെ, ഒന്നിനെയും കൂസാതെ വളരുന്ന ഒരു തലമുറ ആർക്കും, ആ കുട്ടിക്കും ആ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഒരു വിധത്തിലുള്ള ഗുണവും ചെയ്യില്ല.